etc. -2, -1, 0 എന്ന് പറയുന്ന ആരാ? ഇതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഈ പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ ഒന്നിനേക്കാളും വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അപ്പൊ ഇത് ഒന്നും വിട്ടേക്കും. ഒന്നിനേക്കാളും വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സ് പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ ആണ്. A positive integer greater than 1 is a prime number if its only positive factors are 1 and itself. ഇതിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം ആ നമ്പർ മാത്രമായിരിക്കും. ഇപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 2 ഒരു പോസിറ്റീവ് ഇൻഡിജർ 1നേക്കാളും വലുതാണ്. 2ന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 2ഉം 1ഉം മാത്രമാണ്. 3ന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 1ഉം 3ഉം മാത്രമാണ്. 5ന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 5ഉം 1ഉം മാത്രമാണ്. അപ്പോൾ 7ന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 7ഉം 1ഉം മാത്രമാണ്. അപ്പൊ ഇത്തരം നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. A positive integer greater than 1 is a prime number if its only positive factors are 1 and itself. A positive integer greater than 1 is not a prime is called composite number. അല്ലേ? A positive number, a positive integer greater than 1, a positive integer greater than 1 that is not a prime, that is not a prime, is called a composite number. Is a composite number. A positive integer greater than 1 that is not a prime is a composite number. For example, for ആരൊക്കെയാ പ്രൈം ഫാക്ടർ പ്രൈം നമ്പേഴ്സ്? ഇപ്പോൾ 2, 3, 5, 7, 11, 13 അല്ലേ? 17, അടുത്തത് 19, 20, ഒന്നും വരില്ലല്ലോ, 23 അല്ലേ? 23, അടുത്ത 29, ഇതൊക്കെ അല്ലേ? എക്സെപ്റ്റ് അല്ലേ? ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? എത്രയുണ്ട്? 10 ഉണ്ട് അല്ലേ? ആ ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ്. വേറെ ഇല്ലല്ലോ ഇതിനകത്ത്, വേറെ ആൾക്കാരില്ലല്ലോ. 2 കഴിഞ്ഞ അടുത്ത് 4 പ്രൈം നമ്പർ അല്ലല്ലോ. കാരണം എന്താ? 4ന് 2 ഒരു ഡിവൈസർ ഉണ്ട്. 1ഉം 4ഉം അല്ലാതെ 2 എന്നൊരു ഡിവൈസർ ഉണ്ട്. 2 എന്നൊരു ഫാക്ടർ ഉണ്ട് അല്ലെ? ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ. 6 എന്താ? 6ഉം പ്രൈം നമ്പർ അല്ല. കാര്യം എന്താ? 6ന് 2 എന്നൊരു ഫാക്ടർ ഉണ്ട്, 3 എന്ന മറ്റൊരു ഫാക്ടർ ഉണ്ട്. അപ്പോ 8 പ്രൈം അല്ല. കാരണം 8നെ ആരൊക്കെ ഉണ്ട് ഫാക്ടർ ആയിട്ട്? 2 ഉണ്ട്. 1ഉം 8ഉം മാത്രമാണ് ഫാക്ടർ ആയിരുന്നുവെങ്കിൽ 8 പ്രൈം ആവുമായിരുന്നു. പക്ഷെ 1ഉം 8ഉം മാത്രമല്ല, 2 ഉണ്ട്, 4 ഉണ്ട്, 8ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോ അവരൊക്കെ കോമ്പോസിറ്റ് ആണ് അല്ലെ? ആരൊക്കെ കോമ്പോസിറ്റ് ആണ്? 4, 6, 8, 10, 12, 14, 16, 15, 16 അല്ലെ? 18, 20, 4, 6, 8, 9, 10, 12, 14, 15, 16, 20 അല്ലെ? അല്ലെ? The first 10 composite numbers. ഇതൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോ അടുത്ത് ലെമ്മ. ലെമ്മ എന്ന് പറഞ്ഞാൽ വലിയ വലിയ തിയറംസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റേറ്റ്മെന്റുകളാണ് ലെമ്മകൾ ഉദ്ദേശിക്കുന്നത്. എവരി ഇന്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഹാസ് എ പ്രൈം ഫാക്ടർ. വളരെ പ്രധാനപ്പെട്ട എവരി ഇന്റിജർ
n greater than 2, every integer n greater than 2 has a prime factor. ഒരു ബേസിക് ലെമ്മയാണ്. എന്താ പറയണേ, n 2ഓ 2നേക്കാളും വലുതായിട്ടുള്ള എല്ലാ ഇന്റിജേഴ്സിനും ഒരു പ്രൈം ഫാക്ടർ ഉണ്ട്, ശരിയല്ലേ? 2ന്റെ പ്രൈം ഫാക്ടർ ആരാണ്? 2ന്റെ പ്രൈം ഫാക്ടർ 2 ആണ്, അല്ലെ? 2 എന്ന ഇന്റിജറിന്റെ പ്രൈം ഫാക്ടർ 2 ആണ്. 3 എന്ന ഇന്റിജറിന്റെ പ്രൈം ഫാക്ടർ 3 ആണ്. 4 എന്ന ഇന്റിജറിന്റെ പ്രൈം ഫാക്ടർ 2 ആണ്. 5 എന്ന ഇന്റിജറിന്റെ പ്രൈം ഫാക്ടർ 5 ആണ്. 6 എന്ന ഇന്റിജറിന്റെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 3ഉം 6ന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ്. 7ന്റെ പ്രൈം ഫാക്ടർ 7 മാത്രമാണ്. 8ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2 മാത്രമാണ്, അല്ലെ? 9ന്റെ പ്രൈം ഫാക്ടേഴ്സ് 3 ആണ്. 10ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2 ഉണ്ട് 5 ഉണ്ട്, അല്ലെ? 11ന്റെ പ്രൈം ഫാക്ടേഴ്സ് 11 തന്നെയാണ്. 12ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2 ഉണ്ട് 3 ഉണ്ട്. 13ന്റെ പ്രൈം ഫാക്ടർ 13 മാത്രമാണ്. 14ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 7ഉം ആണ്, അല്ലെ? 15ന്റെ പ്രൈം ഫാക്ടേഴ്സ് 3ഉം 5ഉം ഉണ്ട്. 16ന്റെ പ്രൈം ഫാക്ടേഴ്സ് 2 മാത്രമാണ്. 17ന്റെ പ്രൈം ഫാക്ടേഴ്സ് 17 മാത്രമാണ്. അപ്പോ ആലോചിച്ച് നോക്ക്, എങ്ങനെ എഴുതിയാല് ഏത് 2നേക്കാളും വലുതോ ഈക്വൽ ആയിട്ടുള്ള എല്ലാ ഇന്റിജറിനും ഒരു പ്രൈം ഫാക്ടർ ഉണ്ടെന്നാണ് നമ്മുടെ ഈ റിസൾട്ട്, ഈ ലെമ്മ പറയാം. 2ഓ 2നേക്കാളും വലുതായിട്ടുള്ള എല്ലാ ഇന്റിജേഴ്സിനും ഒരു പ്രൈം ഫാക്ടർ ഉണ്ടെന്നാ പറയണേ. അപ്പോ ഇതിന്റെ പ്രൂഫ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ പ്രൂഫ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയണത് രണ്ട് ടൈപ്പ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉണ്ട്. ഒന്ന് വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, മറ്റൊരു സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും. അതായത് വീക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയൊക്കെ നിങ്ങൾ പറയണ്ട. സ്ട്രോങ് എന്നൊരു കാര്യമുള്ളതുകൊണ്ട് വീക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് P of n is true. P of n is true for all natural numbers. അല്ലെങ്കിൽ P of n is true for all n എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് n0 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ടു പ്രൂവ് the statement P of n is true at the initial condition P of n0. P of n0 is true എന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്, assume P of k is true. Assume P of k is true. P of k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. തേർഡ് സ്റ്റെപ്പ്, to prove the statement is true when n is equal to k plus 1. P of k plus 1 is true എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് വീക്ക് +2 പഠിച്ച മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. P of n എന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ n-നും ട്രൂ ആണെന്ന്. n വേണമെങ്കിൽ ഇങ്ങനെ പറയാം, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. n0യിൽ തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് n-നും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ n0ക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം, kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലോജിക്കൊക്കെ ഒന്ന് തന്നെയാണ്. ഏതാ? P of n is true for all n greater than or equal to n0. ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ടു പ്രൂവ്
ടു പ്രൂവ് പി ഓഫ് എൻ സീറോ. അവിടുത്തെ സ്റ്റെപ്പും ഫസ്റ്റ് സ്റ്റെപ്പും ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പും ഒന്ന് തന്നെയാണ്. പി ഓഫ് എൻ സീറോയ്ക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് assume the result is true. Assume the result is true for all integers less than or equal to k. അതായത് കെയും കെയിന് താഴെയുള്ള എല്ലാവർക്കും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെയാണെങ്കിൽ കെക്ക് മാത്രം ട്രൂ എന്ന് അസ്യൂം ചെയ്യണേ. ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ വ്യത്യാസം കെയും കെക്ക് താഴെയുള്ള എല്ലാവർക്കും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. പിന്നെ സ്റ്റെപ്പ് 3 ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കണേ, ഈ രണ്ട് സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും സാധാരണ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്തിനാ അപ്ലൈ ചെയ്യണേ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് പി ഓഫ് എൻ എന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ടു പ്രൂവ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ, ഫോർ യൂഷ്വൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി യൂസ് 3 steps. First step is to prove P of n zero is true. Second step is assume the mathematical statement P of n is true when n is equal to k. Assume ഇവിടത്തെ സ്റ്റെപ്പിൽ എന്താ അസ്യൂം ചെയ്യും? The statement is true when n is equal to k. അല്ലെ? Assume the result is true. Assume the result is true when n is equal to k. കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെയുള്ള വ്യത്യാസം കണ്ട. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ സാധാരണ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം സെക്കൻഡ് സ്റ്റെപ്പിലുള്ള വ്യത്യാസമാണ്. ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കെക്ക് മാത്രം ട്രൂ എന്ന് അസ്യൂം ചെയ്യും. ഇവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? കെക്ക് മാത്രമല്ല കെയിനെക്കാളും ചെറുതായിട്ടുള്ള എല്ലാവർക്കും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. കെക്കും കെയിന് താഴെയുള്ള എല്ലാ ഇൻഡിജേഴ്സിനും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ കെക്ക് മാത്രം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ബാക്കി ഫസ്റ്റ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ബാക്കി എല്ലായിടത്തും സിമിലർ തന്നെയാണ്, സെയിം തന്നെയാണ്. സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെയും അതിന്റെ ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോ എന്തിനാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്? പി ഓഫ് എൻ എന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അവിടെ രണ്ട് ടൈപ്പ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉണ്ട്. ഒന്ന് വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും മറ്റൊരു സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് എൻ സീറോക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എൻ ഇസ് ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. തേർഡ് സ്റ്റെപ്പ് എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഈ അസംഷൻ യൂസ് ചെയ്തിട്ട് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് പ്രൂവ് ചെയ്യും, അവസാനത്തെ സ്റ്റെപ്പും പ്രൂവ് ചെയ്യും, ഇടയ്ക്കുള്ള സ്റ്റെപ്പ് അസ്യൂം ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്യും, എൻ സീറോക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമേ ഇവിടെയുമായിട്ടുള്ള വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ സ്ട്രോങ് ഇൻഡക്ഷനിലെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? കെക്കും കെയിനെക്കാളും ചെറുതായിട്ടുള്ള എല്ലാ ഇൻഡിജേഴ്സിനും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ കെക്ക് മാത്രം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ കെക്കും കെയിന് താഴെയുള്ള എല്ലാ ഇൻഡിജേഴ്സിനും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ നോക്കിയേ, നമുക്കിവിടെ സ്ട്രോങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചാണ് ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്? Every integer n greater than or equal to 2 has a prime factor. Every integer n greater than or equal to 2 has a prime factor. അല്ലെ? We use strong mathematical induction. We use induction to prove this statement. A strong induction. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റ്
ഈ സ്റ്റേറ്റ്മെന്റ് ഇനിഷ്യൽ വാല്യൂവിൽ ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇനിഷ്യൽ വാല്യൂ 2 ആണ്. അപ്പൊ ഈ റിസൾട്ട് 2 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കിവിടെ എഴുതേണ്ടത് ഇവിടെ the result is true. നമുക്ക് ഈ റിസൾട്ട് ഈസ് ട്രൂ when n is equal to 2. n 2 ആവുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. n 2 ആവുമ്പോൾ n 2 ആവുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എടേ when n is equal to 2, then when n is equal to 2, then when n is equal to 2, then 2 has a prime factor, അല്ലെങ്കിൽ then n has n is equal to n എന്ന് എഴുതാം. then n has a prime factor. 2ന്റെ ഫാക്ടർ 2 ഉണ്ടല്ലോ. then n has a prime factor 2 അല്ലെ. അപ്പൊ n 2 ആവുമ്പോ n ഒരു പ്രൈം ഫാക്ടർ 2 ഉണ്ട് അല്ലെ. therefore the result is true when n is equal to 2. n 2 ആവുമ്പോ റിസൾട്ട് ട്രൂ ആയില്ലേ. 2ന്റെ ഫാക്ടർ 2 തന്നെ. 2 ഒരു പ്രൈം ആണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും പ്രൈം ഫാക്ടർ ഉണ്ടെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. നെക്സ്റ്റ് ഇപ്പോ നെക്സ്റ്റ് അസംഷൻ, സെക്കൻഡ് അസംഷൻ എന്താ അസ്യൂം ചെയ്യണം. സെക്കൻഡ് എന്താ അസ്യൂം ചെയ്യണം. അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ. assume the result is true for every positive integer n less than or equal to k അല്ലെ. assume the result is true. ഏത് റിസൾട്ട്? every integer n greater than or equal to 2 has a prime factor എന്ന റിസൾട്ട്. assume the result is true when n less than or equal to k അല്ലെ. ഏതോ ഒരു ഇന്റിജർ k എന്ന ഒരു ഇന്റിജറും അതിന് താഴെയുള്ള എല്ലാ ഇന്റിജേഴ്സും, അതായത് 2, 3, 4 എക്സെട്ര k വരെയുള്ള എല്ലാ ഇന്റിജേഴ്സിനും എന്താ ഈ റിസൾട്ട് ട്രൂ ആണെന്നാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ത് വേണം? തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? തേർഡ് സ്റ്റെപ്പില് നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു പ്രൂവ് the result is true when n is equal to k plus 1. To prove the result is true when n is equal to k plus 1. n k plus 1 ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ രണ്ട് കേസുകൾ ഞാൻ എടുക്കും. കേസ് 1 ഒരു പോസിറ്റീവ് നമ്പർ എടുത്താൽ, ഒരു പോസിറ്റീവ് ഇന്റിജർ എടുത്താൽ, 2 2നേക്കാൾ വലുതൊരു പോസിറ്റീവ് നമ്പർ എടുത്താൽ ഒന്നുകിൽ അത് പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ അത് കോമ്പോസിറ്റ് ആയിരിക്കും. എനിക്കിവിടെ k plus 1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. k plus 1 ഒന്നുകിൽ പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ k plus 1 ഒരു കോമ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് കേസിലെ അസ്യൂം സപ്പോസ് k plus 1 is a prime number. അതെ, ഞാൻ ഏതെങ്കിലും രണ്ടിനേക്കാളും വലിയ ഏത് ഇന്റിജർ എടുത്താലും ഒന്നുകിൽ അതൊരു പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോമ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ k എന്നുള്ളത് ഏതൊന്നും നമുക്ക് നിശ്ചയമല്ല, നമ്മൾ ആർബിട്രറി ആയിട്ടാണ് ചെയ്യണത്. അപ്പൊ k plus 1 ആരെന്ന് നിശ്ചയമല്ല. അപ്പൊ k plus 1 ഒന്നുകിൽ പ്രൈം ആവാം, അല്ലെങ്കിൽ k plus 1 എന്താവാം, കോമ്പോസിറ്റ് ആവാം. അപ്പൊ ഞാൻ രണ്ട് കേസും ചെയ്യും. സപ്പോസ് k plus 1 is a prime number. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഹാസ് എ പ്രൈം ഫാക്ടർ. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോ k plus 1 ഒരു പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് പറയാം. k plus 1 ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടർ അത് തന്നെയല്ലോ. ഏത് നമ്പറും ഒരു പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്താ? 1ഉം ആ നമ്പറും അതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ k plus 1 ഒരു ഫാക്ടർ ആണ് k plus 1. അപ്പൊ k plus 1 is a factor of k plus 1.
So k plus 1 has a prime factor. അല്ലേ? Then k plus 1 has a prime factor. Then k plus 1 ന്റെ prime factor k plus 1 തന്നെയാണ്. Then k plus 1 has a prime factor. അപ്പൊ നമ്മുടെ റിസൾട്ട് ട്രൂ ആയല്ലോ. എപ്പോഴേ k plus 1 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി കേസ് 2. സപ്പോസ് കേസ് 1 ഉം കേസ് 2 എന്തെടുക്കണം? സപ്പോസ് k plus 1 is a composite number. Suppose k plus 1 is a composite number. Suppose k plus 1 is a composite number. k plus 1 composite number ആണെങ്കിൽ ആ composite number നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഒരു composite number എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പോൾ ഏത് composite number എടുത്താലും ആ composite numberനെ, ഇപ്പൊ 8 ഒരു composite number ആണ്, ആ 8-നേക്കാളും ചെറിയ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ? 1 less than or equal to 4 less than 8 എന്നും 1 less than or equal to 2 less than 8 എന്നും. അതായത് a ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ a-നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m into n എന്ന് എഴുതാൻ പറ്റും. എന്താണ് പ്രത്യേകത? 1 less than or equal to m less than a യും 1 less than or equal to n less than a യുമാണ്. അതാണ് കോമ്പോസിറ്റ് നമ്പറിന്റെ പ്രത്യേകത. അപ്പോ k plus 1 ഒരു കോമ്പോസിറ്റ് നമ്പർ എന്നല്ലേ നമ്മൾ സപ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. k plus 1 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ k plus 1 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? Then k plus 1 can be written as a into b, where a യും b യും ആരാണ്? 1 less than or equal to a less than k plus 1 and 1 less than or equal to a less than b less than k plus 1. 1 less than or equal to b less than k plus 1. a less than k plus 1 എന്ന് പറയുന്നതും a less than k plus 1 എന്ന് പറയുന്നതും a less than or equal to k എന്ന് പറയുന്നതും സെയിം അല്ലേ? b less than or equal to k plus 1 എന്ന് b less than k plus 1 എന്ന് പറയുന്നതും b less than or equal to k എന്ന് പറയുന്നതും സെയിം അല്ലേ? ഈ പ്ലസ് 1 മാറ്റിയാൽ ഇങ്ങനെ എഴുതാലോ. കാരണം ഇത് ഇന്റിജർ ആണ്. അപ്പൊ k plus 1 is equal to ab ആണെങ്കിൽ a-ന്റെയും b-ന്റെയും വാല്യൂ 1 മുതൽ k വരെയുള്ള ഏതോ രണ്ടാൾക്കാരാണ് a-യും b. ഇനി നോക്ക്, a എന്ന് വെച്ചാൽ k-നേക്കാളും ചെറുതല്ലേ? b എന്ന് വെച്ചാൽ k-നേക്കാളും ചെറുതോ ഈക്വലോ അല്ലേ? നമ്മൾ ഇവിടെ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇവിടെ നമ്മുടെ അസംഷൻ എന്താ? The result is true when n less than or equal to k. n kയോ k-നേക്കാൾ ചെറുതോ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആണ്. ഏത് റിസൾട്ട്? ഈ റിസൾട്ട് ട്രൂ എന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയോ? ഇവിടെ a k-നേക്കാളും ചെറുതോ ഈക്വലോ അല്ലേ? b യും k-നേക്കാൾ ചെറുതോ ഈക്വൽ അല്ലേ? അപ്പൊ b a-നെ എങ്ങനെ എഴുതാം? a has a prime factor, b has a prime factor using our assumption. ശരിയല്ലേ? അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് അല്ലേ? ഹെൻസ് അല്ലെങ്കിൽ ഹെൻസ് എന്ന് വേണ്ട, therefore by our assumption അല്ലേ? അല്ലെങ്കിൽ ബയോ ഹൈപ്പോത്തിസിസ് എഴുതാം. ബയോ ഹൈപ്പോത്തിസിസ് ഏത് ഹൈപ്പോത്തിസിസ്? അവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് അസംഷൻ പാർട്ട്. ബയോ അസംഷൻ a has a prime factor and b has a prime factor. കാരണം എന്താണ്? എയും ബിയും k-നേക്കാളും ചെറുതോ ഈക്വൽ ആണ്. k-നേക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള എല്ലാവർക്കും പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്.
Therefore, our hypothesis A has a prime factor and B has a prime factor. Aക്കും കാരണം എന്താ since both are less than or equal to k, since both are positive integers less than or equal to k, അപ്പോൾ എക്കും പ്രൈം ഫാക്ടർ ഇവിടെ നോക്കിയേ കെ പ്ലസ് വൺ എങ്ങനെ എഴുതി എ ഇൻറ്റു ബി എന്ന് എഴുതി. അപ്പൊ എക്കും പ്രൈം ഫാക്ടർ ഉണ്ട് ബിക്കും പ്രൈം ഫാക്ടർ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിലോ എക്കും പ്രൈം ഫാക്ടർ ഉണ്ട് ബിക്കും പ്രൈം ഫാക്ടർ ഉണ്ടെങ്കിൽ കെ പ്ലസ് വൺ എന്നാൽ എ ഇൻറ്റു ബി അല്ലേ. അപ്പോൾ എ കെ പ്ലസ് വണ്ണിനും പ്രൈം ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലെ. സോ അപ്പോൾ A has a prime factor and B has a prime factor. So it must, so K plus 1 must have a prime factor. K plus 1 must have a prime factor. കാരണം എന്താ K plus 1 must have a prime factor. കാരണം എന്താ K plus 1 is equal to A into B അല്ലേ. എക്കും പ്രൈം ഫാക്ടർ ഉണ്ട് ബിക്കും പ്രൈം ഫാക്ടർ ഉണ്ടെങ്കിൽ K plus 1 പ്രൈം ഫാക്ടർ ഉണ്ട്. നമ്മുടെ റിസൾട്ട് ആയല്ലോ. Thus the result K plus 1 പ്രൈം ഫാക്ടർ ഉണ്ടെന്ന റിസൾട്ട് ട്രൂ ആയില്ലേ. Hence the result is true when n is equal to K plus 1. Hence the result is true when n is equal to K plus 1. അപ്പോ n ന്റെ വാല്യൂ 2 ആയപ്പോൾ 2 ന് 2 എന്നൊരു പ്രൈം ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഈസ് ട്രൂ when n is equal to 2. ഇനി k എന്നൊരു ഫിക്സഡ് ഇന്റിജറിനെക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള എല്ലാവർക്കും ഈ റിസൾട്ട് ട്രൂ എന്നാണ് അസ്യൂം ചെയ്തത്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ, കെയോ കെയിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രൈം ഫാക്ടർ ഉണ്ടെന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കെ പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, കെ പ്ലസ് വണ്ണിന് ഒരു പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. കെ പ്ലസ് വൺ തന്നെ ഒരു പ്രൈം നമ്പർ ആയാൽ കെ പ്ലസ് വൺ തന്നെ കെ പ്ലസ് വണ്ണിന്റെ പ്രൈം ഫാക്ടർ ആവും. അപ്പൊ നമ്മുടെ റിസൾട്ട് നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. ഇനി കെ പ്ലസ് വൺ ഒരു രണ്ട് കേസുകളല്ലേ, ഒന്നുകിൽ പ്രൈം നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, കെ പ്ലസ് വണ്ണിനെ എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും. എയും ബിയും 1 മുതൽ കെ വരെയുള്ള ഏതെങ്കിലും ഇൻഡിജേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെയിനേക്കാൾ ചെറുതോ ഈക്വൽ അല്ലേ എ, കെയിനേക്കാൾ ചെറുതോ ഈക്വൽ അല്ലേ ബി. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള റിസൾട്ട് ഹൈപ്പോത്തിസിസ് ഈ കാര്യം വെച്ചിട്ട്, ഈ അസംഷൻ വെച്ചിട്ട് എനിക്ക് എന്ത് പറയാം, എക്കും ഒരു പ്രൈം ഫാക്ടർ ഉണ്ട് ബിക്കും ഒരു പ്രൈം ഫാക്ടർ ഉണ്ട്. ഒന്നുകിൽ എ പ്രൈം ആയിരിക്കും അല്ലെങ്കിൽ എക്ക് ഒരു പ്രൈം ഫാക്ടർ ഉണ്ട്, ഒന്നുകിൽ ബി പ്രൈം ആയിരിക്കും അല്ലെങ്കിൽ ബിക്ക് ഒരു പ്രൈം ഫാക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കെ പ്ലസ് വണ്ണിനും കെ പ്ലസ് വൺ ഇസ് ഈക്വൽ എ പ്ലസ് ബി അല്ലേ, എ ഇൻറ്റു ബി അല്ലേ. അതുകൊണ്ട് കെ പ്ലസ് വണ്ണിന് ഒരു പ്രൈം ഫാക്ടർ ഉണ്ടായിരിക്കും. Therefore the result is true when n is equal to k plus 1. Thus by mathematical induction the result is true for all integers n greater than or equal to 2. For all integers n greater than or equal to 2. That is, every integer greater than or equal to 2 has a prime factor. Every integer greater than or equal to 2 has a prime factor. നെക്സ്റ്റ് തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. തിയറം 2 3 നമ്പർ ഇട്ടങ്ങ് പോണേ. ആ തിയറത്തിന്റെ പേര് യൂക്ലിഡ്സ് തിയറം എന്നാണ്. യൂക്ലിഡ്സ് തിയറം
യൂക്ലിഡ്സ് തിയറം. ആ തിയറം പറയുന്നത് എങ്ങനെയാണ്? there are infinitely many primes. there are infinitely many primes. പ്രൈംസുകളുടെ എണ്ണം എത്രയുണ്ട്? there are infinitely many primes. there are infinitely many primes. പ്രൈംസുകളുടെ എണ്ണം 1, 2, 3 ഒന്നുമല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ്